എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതു കൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ നിൽക്കുന്ന സമയത്താണ് കാഞ്ചനം വരുണും എല്ലാരും കൂടെ അങ്ങോട്ട് വരുന്നേ. പെട്ടെന്ന് കാഞ്ചന ദേ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയണം. അങ്ങനെ അവരെല്ലാരും കൂടെ അങ്ങോട്ട് വരുമോ. ദൈവമേ, അടുത്തേക്കെങ്ങാനും വന്ന അതോടുകൂടി തീർന്നു. കാഞ്ചന ഇങ്ങ് നോക്കിയേ, ഒരു മാമ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ. ദേ കുഞ്ഞിരുന്നിട്ട് തലയെ ഷോളിട്ട് പ്രാർത്ഥിക്കണം, എങ്കിൽ മാത്രം മിക്കവാറും നമുക്കും അനുഗ്രഹം ഉണ്ടാവുള്ളൂ. ഇത് കേട്ടപ്പോ പെട്ടെന്ന് രേഖ പറഞ്ഞു, അതൊക്കെ വേണോന്ന് ചോദിക്കണം. വിനോദ് പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, പ്രിയയ്ക്ക് എങ്ങനെ മുട്ട കുത്തി ഇരിക്കാനൊന്നും പറ്റില്ല, വയറ് നന്നായിട്ടുണ്ടല്ലോ, അതിന്റെ ഒന്നും കാര്യമില്ല. ഇങ്ങനെ എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിച്ചാലും മതി എന്ന് പറയാം. അപ്പോഴാണ് രാധിക പറഞ്ഞു, മതി മതി, എല്ലാരും പ്രാർത്ഥിച്ചു മതി, വാ നമുക്ക് ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് പോകാന്ന് പറയണം. പെട്ടെന്ന് വരും രാധികയോട് പറഞ്ഞു, അമ്മ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു ഒരു മിനിറ്റ് അങ്ങ് മാറ്റി നിർത്തുവാണ്. അമ്മേ, ഞാനിവിടെ എല്ലാം ചുറ്റുകിടന്ന് കണ്ടു, സൂപ്പറായിട്ടുണ്ട്. അമ്മ ഇതെങ്ങനെയാലും ഗോവിന്ദനോട് പറഞ്ഞ് വാങ്ങിക്കാൻ ശ്രമിക്കണം, ഇത് എന്റെ പേരിലേക്ക് മാറ്റി തരണം, പറഞ്ഞു കേട്ടല്ലോ. അതൊക്കെ ഞാൻ ഏറ്റു, നീ ധൈര്യമായിട്ടിരിക്കുക. ഇത് ഗീതു കേട്ടു, അപ്പൊ അതാണ് പ്ലാന്, ആ പ്ലാനിലാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. രാധിക പറഞ്ഞു, ആ മുംബൈക്ക് പോയിട്ടൊന്ന് വരട്ടെ, അതിനുശേഷം എന്താന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാന്ന് പറയണം. അങ്ങനെയാണ് അവര് ഡൈനിങ് റൂമിലേക്ക് പോകുന്ന സമയത്ത് ഗീതു ഓർത്ത്, എന്റെ ഭഗവാനെ, ഇനി എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും, ആകെപ്പാടെ പെട്ടുപോയല്ലോ, അകത്തൂടെ കയറി പോകാനായിട്ടും പറ്റില്ല, മുറിയിലേക്ക് പോകണമെങ്കിൽ അതിലൂടെ പോവുകയും ചെയ്യണം. ഈ സമയം ഗോവിന്ദാണ് ആകെപ്പാട് ടെൻഷനിലിരിക്കുക. ക്യാൻറ്റീനായിട്ട് ഡിന്നർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഗീതു ഇപ്പൊ വരാമെന്ന് പറഞ്ഞു പോയതാ, ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഇവിടെ എന്തെടുക്കും അതിൻ്റെ അകത്ത്, കാരണം ഡൈനിങ് റൂമിന്റെ അപ്പുറത്തൊരു മുറിയിലാണ് ക്യാൻറ്റീനായിട്ട് ഡിന്നർ ഒരുക്കിയിരിക്കുന്നത്, ഫാമിലി റൂമിലാണ്. അപ്പൊ അതിന്റെ മുമ്പില് ഫുഡെല്ലാം കൊണ്ടുവന്ന് വെക്കാൻ തുടങ്ങി അവിടുത്തെ സ്റ്റാഫ്. പക്ഷെ ഗീതു മാത്രം ഇതിനായിട്ടും വന്നിട്ടില്ല അങ്ങോട്ട്. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിയപ്പോ ഗീതുവിന്റെ ഫോണാ. വിലാസിനെയാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. എന്താ അമ്മേ? അല്ല ഗീതുമോൾ എന്തെന്ന് ചോദിക്കാം. ദേ അവൾ അപ്പുറത്തേക്ക് പോയതാന്ന് പറയാം. അതെങ്ങനെയുണ്ട് അവിടെ ചെന്നിട്ട് എല്ലാ സ്ഥലമൊക്കെ ചുറ്റിനൊന്ന് കണ്ടോന്ന് ചോദിക്കും. കുഴപ്പമൊന്നുമില്ലെന്ന് പറയണ. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, വന്ന് കഴിയുമ്പോ എനിക്കൊരു കുഞ്ഞിനെ തരണമെന്ന് പറയാം. അതിന്റെ കാര്യത്തിന് വേണ്ടി ഗീതു പോയിരിക്കുന്നു പറയണേ. അതിന്റെ കാര്യത്തിനോ? അല്ല, അവിടെ ഒരു ഭഗവാന്റെ വിഗ്രഹമുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കാൻ പോയതോ? ഓ, അങ്ങനെ വരട്ടെ. നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇച്ചിരി പ്രാർത്ഥനയൊക്കെ നല്ലതാന്ന് പറയാണ്. പിന്നെ നല്ല ഇത് അടിച്ചു പൊളിക്കുക, കിട്ടിയ സമയം മാക്സിമം ഉപയോഗിക്കാൻ പറയും. ഇത്രയും കാലം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നടന്നതല്ലേ. പിന്നെ ഫോട്ടോസൊക്കെ അയച്ചു തരാന്ന് പറഞ്ഞു. ഇതിനായിട്ടും ഗീതു അയച്ചു തന്നില്ലെന്ന് പറയാം. അതമ്മ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല, അത് കുഴപ്പമില്ല, പിന്നെ ഞങ്ങൾ അയച്ചു തരാന്ന് പറയണം. അത് കുഴപ്പമില്ല മോനെ, ഫോട്ടോസൊക്കെ വരുമ്പം കാണിച്ചാലും മതി. ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് അടിച്ചു പൊളിക്കാൻ പറയണം. ഫോൺ വെക്കുവാണ്. ഈ സമയത്ത് ഭദ്രൻ അങ്ങോട്ട് വരുന്നത്. ഭദ്രൻ വന്നിട്ട് ചോദിച്ചു, അല്ല ഗീതു എന്തേന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ എന്തിനാ ഭദ്രയുടെ ഇപ്പൊ ഗീതുവിനെ നോക്കുന്നത്? അയ്യോ, എന്റെ മോളെ പിന്നെ എനിക്ക് അന്വേഷിക്കണ്ടേ, അവള് ബാത്റൂമിൽ കുളിക്കുവാന്ന് വിലാസിനെ പറയണം. എപ്പൊ നോക്കിയാലും അവള് കുളിക്കുവാണല്ലോ, ഞാൻ എപ്പോ വന്നാലും അവൾക്ക് കുളി മാത്രമുള്ളല്ലോ, ഇതിന് മാത്രം എന്നെ എത്ര കുളിക്കാതിരിക്കണേന്ന് ചോദിക്കാം. പിന്നെ ഭദ്രേട്ടൻ കുളിച്ചില്ലെന്ന് വെച്ചോണ്ട് അവൾക്ക് കുളിക്കണ്ടേന്ന് ചോദിക്കാം. ശരി ശരി. അല്ല നിങ്ങൾ എന്തിനിപ്പോ അവളെ കാണുന്നേ? എനിക്ക് അവളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ദേ അവളുടെ ഭർത്താവ് കുടിച്ച് കൂത്താടി കരളും ഇതെല്ലാം പോകുന്നു പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യോ, അവിടെ ഇരുന്ന മദ്യം മൊത്തം എനിക്ക് ഇങ്ങോട്ട് കൊണ്ടെത്തന്നു. ഇപ്പൊ മിക്കവാറും അവളുടെ അച്ഛന്റെ കരളും കാര്യങ്ങളും എല്ലാം പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് നഷ്ടപരിഹാരം എനിക്ക് വേണം, അപ്പൊ അതിനു വേണ്ടി വന്നതെന്ന് പറയണം. ഓ, അങ്ങനെ വരട്ടെ. ഈ സമയം ഹോമിനേഴ്സ് പറഞ്ഞു, കുടിച്ചിട്ട് ഇവിടെ നിൽക്കില്ലെന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേന്ന് ചോദിക്കും. അതെ, ഇതെന്റെ വീടാ, ഇവിടെ എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം, നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് ഹോമിനേഴ്സിനോട് പറയണം. വിലാസിനോട്, എന്റെ ഭദ്രേട്ടാ ഒന്ന് മുറുക്കി പുറത്തിറങ്ങിപ്പോ, എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്, ഭദ്രേട്ടൻ ഇവിടെ കിടന്ന് അലച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തനിക്ക് ഭ്രാന്താവുകയെന്ന് പറയണം. അതെ, ഞാൻ ഇപ്പോഴങ്ങോട്ട് പോയേക്കാം, ഞാൻ എന്റെ ഗീതമോളോട് കാര്യം പറയട്ടെ. പിന്നീട് ബാത്റൂമിന്റെ അടുത്ത് മുമ്പിൽ പോയി നിൽക്കുകയാണ്. ഇതെന്താ വെള്ളം ഒന്നും വീഴുന്ന ശബ്ദം കേൾക്കുന്നില്ലോ, ഇപ്പോൾ വെള്ളം ഇല്ലാതെയാണോ കുളിക്കണേ? ഈ സമയം വിലാസിന് പറഞ്ഞു, അവളൊന്ന് കുളിച്ചു കഴിഞ്ഞ് ഇറങ്ങി വന്നോട്ടെ, നിങ്ങൾ എന്തിനാ അവിടെ പോയി നിൽക്കണേന്ന് ചോദിക്കുകയാണ്. മോളെ ഗീതു എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിന്റെ ഫ്രണ്ടിൽ വിളിക്കുകയാണ്. ഗീതു വിളി കേട്ടില്ല. അത് മോളെ, അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതെ മരുമോൻ വന്നു കഴിയുമ്പോൾ നഷ്ടപരിഹാരത്തുക എനിക്കിങ്ങോട്ട് വാങ്ങി തന്നേക്കണം, ഈ മദ്യം മൊത്തം കുടിക്കുന്നതിന് പറയാണ്. പെട്ടെന്ന് വിലാസിനെ എന്ത് ചെയ്യണം, ശബ്ദം മാറ്റി, ശരി അച്ഛാന്ന് പറയണേ. ഞാൻ അകത്തേക്ക് നോക്കിയാണല്ലോ വിളിച്ചേ, പക്ഷെങ്കിൽ ഇപ്പൊ അവളുടെ ശബ്ദം കേട്ട പുറത്തുനിന്നാണല്ലോ, ഇതെന്താ ഡിജിറ്റൽ സൗണ്ടോ, ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. എന്തേലും ആട്ടെ, അവള് പൈസ തരാന്ന് പറഞ്ഞല്ലോ, അത് മതിയല്ലോ എന്നോർത്ത് ഭദ്രം മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാ. ഈ സമയം ഗോവിന്ദൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയാ. ഇത്ര സമയമായിട്ട് അവള് വന്നിട്ടില്ല. എന്നാ അവളിന്ന് പോയി നോക്കാം. ഇനി അവള് മുറിയിലേക്ക് അങ്ങനെ പോയോ? അങ്ങനെ പുറത്തേക്ക് അങ്ങ് ഇറങ്ങുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. ഡൈനിങ് റൂമില് രാധികാമ്മയും വരുണും എല്ലാരും കൂടി ഇരിക്കുന്നത്.
ഒരു നിമിഷം ഒന്നുകൂടെ നോക്കി. അവര് തന്നെയാ. ഞെട്ടിപ്പോയി ഗോവിന്ദ. പെട്ടെന്ന് ഗോവിന്ദ അകത്തേക്ക് കയറുവാണ്. ദൈവം ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവിടുന്ന് പുറത്ത് കിടക്കാനും പറ്റില്ല. ഗീതു ഇപ്പൊ എവിടെയാണോ എന്തോ. അയ്യോ, നീ ഇവരെന്തേലും അറിഞ്ഞിട്ട് വന്നതാണോ? ആ ഒരു ടെൻഷനായിരുന്നു. ഗോവിന്ദന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ലാത്തൊരവസ്ഥ. ഈ സമയത്ത് ഗീതു ആണെങ്കിലോ അതിനേക്കാളും പെട്ടിരിക്കുക. ഗീതു പെട്ടെന്ന് അപ്പുറത്തേക്ക് മാറ്റി റിസപ്ഷനിലേക്ക് ചെല്ലുവാണ്. റിസപ്ഷൻ എന്നിട്ട് ഫോൺ എടുത്തിട്ട് അവിടുന്ന് ഗോവിന്ദൻ നമ്പറിലേക്ക് വിളിക്കുവാണ്. പെട്ടെന്ന് ചോദിച്ചു, ഗീതു നീ ഇത് എവിടെയാന്ന് ചോദിക്കുക. ഇതേ ഞാൻ ഇവിടെ പെട്ട് നിൽക്കുക, എനിക്ക് അങ്ങോട്ട് കയറി വരാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടത് ഗോവിന്ദ് പറഞ്ഞു, എൻ്റെ അവസ്ഥ അത് തന്നെയാ, ഞാനിതേ ഈ മുറി പെട്ടിരിക്കുവാന്ന് പറയാ. ഇത് കേട്ടപ്പോൾ ഗീതു പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, നീ അവിടുന്ന് മുറിയിലേക്ക് പൊക്കോ. എങ്ങനെയാലും മുറിയിലെത്താൻ പറ്റുമെങ്കിൽ മുറിയിലേക്ക് എത്തിക്കോ, ഞാൻ അങ്ങോട്ട് വന്നോളാന്ന് പറയാം, ഇങ്ങോട്ട് നീ വരണ്ടാന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞിട്ട് ഗീതു ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം രാധികാമ്മയ്ക്ക് വരണ്ട എല്ലാവരും കഴിക്കാനുള്ള ഫുഡൊക്കെ കൊണ്ടുവന്ന് വെയിറ്റ് കൊണ്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് പ്രിയ പറഞ്ഞു, ഇവിടെ ഒരു രസമില്ലല്ലേ വിനോദേട്ടാ, ഫാമിലി റൂം ഉണ്ട്, അതാ നല്ലതെന്ന് പറയണം. പെട്ടെന്ന് വെയിറ്റ് പറഞ്ഞതേ ഫാമിലി റൂം ഇപ്പം ഇല്ല, അവിടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ നടന്നുകൊണ്ടിരിക്കുക, അവിടെ ഒരു കപ്പിൾസ് ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പം പെട്ടെന്ന് വരുൺ പറഞ്ഞു, ഓഹോ അപ്പൊ അവർക്ക് മാത്രം ഇതൊക്കെ കൊടുക്കത്തുള്ളൂ എന്ന് ചോദിക്കുക. ഞങ്ങളും കപ്പിൾസ് തന്നെയാ, ഞങ്ങൾക്കും അത് വേണമെന്ന് പറയാം. അല്ല സാർ, അത് പിന്നെ ഇപ്പൊ അവിടെ ഗസ്റ്റ് ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ഓഹോ അപ്പൊ അവർക്ക് വേറെ ഫുഡും ഞങ്ങൾക്ക് വേറെ ഫുഡും അങ്ങനെയൊക്കെ അല്ല എന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ സാർ ഞാൻ പറഞ്ഞല്ലോ, എടോ തനിക്ക് എന്നെ കണ്ടെന്നെ കപ്പിൾസ് ആണെന്ന് തോന്നില്ലേ, മര്യാദയ്ക്ക് ആ റൂം നാടോന്ന് പറയണം, എന്ന് ചെന്ന് കാണട്ടെ അവിടെ എന്താ നടക്കണമെന്ന്, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വരണം അങ്ങോട്ട് ചാടി എഴുന്നേക്കണം. രേഖയുടെ കൈ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞുകൊണ്ട്, നമുക്ക് അവിടെ പോയി ഫുഡ് കഴിച്ചാൽ മതി എന്ന് പറയാം, നമ്മളും കപ്പിൾസ് തന്നെയെന്ന് പറയണം. അങ്ങനെ ആ കൈയും പിടിച്ചോണ്ട് അങ്ങോട്ട് പോന്ന നോക്കുമ്പോൾ അകത്ത് നിന്ന ഗോവിന്ദൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടാ തന്നെ ഇപ്പോഴെങ്ങാനും അവന് കയറി വന്ന അതോടുകൂടി തീർന്നു തന്റെ കാര്യത്തിൽ തീരുമാനവും. എന്റെ ഭഗവാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇതിനകത്ത് പെട്ടും പോയല്ലോ. പെട്ടെന്ന് രാധികാൻ പറഞ്ഞു, പോട്ടറാ ഇനിയിപ്പം നമ്മൾ അങ്ങോട്ട് നിന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട, അവർ കപ്പിൾസ് ആണെന്നല്ലേ പറഞ്ഞേ, ഇതേ അവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് പിന്നെ അതിനേക്കാളും വലിയ പ്രശ്നമാണ്, പിന്നീട് നമുക്ക് അവരുമായിട്ടൊന്നും സംസാരിക്കാൻ പോലും പറ്റത്തില്ല, അതുകൊണ്ട് ഇപ്പോഴങ്ങോട്ടൊന്നും പോകണ്ട, ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറയണം. അങ്ങനെ അവരോട് ഇരുന്ന് ഫുഡ് കഴിക്കുക. ഈ സമയത്ത് ഗീതു നേരെ മുറിയുടെ അങ്ങോട്ട് വരികയാണ്. മുറി വന്ന് കഥ തുറക്കാൻ നോക്കിയപ്പോൾ അത് ലോക്കാം. ഇത് ലോക്കാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? താക്കോൽ എടുക്കണേ താഴെ ചെല്ലണം, പക്ഷെ താഴേക്ക് ഇപ്പം ഇറങ്ങി പോകാനും പറ്റത്തില്ല. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പുറത്തെ മുറിയുടെ അവിടെ നിന്ന് ഒരു സ്റ്റാഫും കൂടെ വന്നു, എന്താ മാഡം ഇവിടെ നിൽക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണ്. അല്ല മുറി ലോക്കാ. അതോ ഞങ്ങള് മണിയറയ്ക്ക് അലങ്കരിച്ചതിന് ശേഷം ലോക്ക് ചെയ്താ, താക്കോല് താഴെയാ, ഞാൻ ഇപ്പോൾ എടുത്തോണ്ടല്ലെന്ന് പറയണം. വേണ്ട ഞാൻ എടുത്തോളാന്ന് ഗീതു പറയണം. പക്ഷെ ഗീതു അങ്ങനെ പറഞ്ഞാലും ഗീതുവിന്റെ ഉള്ളിൽ ടെൻഷനാ, എങ്ങനെ പോയി എടുക്കുന്നു. പെട്ടെന്ന് അവർ പറഞ്ഞു, വേണ്ട മാഡം ഇവിടെ നിന്നാൽ മതി, ഇപ്പൊ എടുത്തോണ്ടിരാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഗീതു അവിടെ നിൽക്കുന്ന സമയത്താണ് വരുൺ അതിലൂടെ ഫോൺ വിളിച്ചിട്ടും കൂടെ വരുന്നുണ്ട്. ഈ കാഴ്ച കണ്ട ഗീതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തീമേ ഇങ്ങോട്ട് കയറി വന്നാൽ തീർന്നു. പെട്ടെന്ന് ഗീതു അങ്ങോട്ട് മറിഞ്ഞു നിൽക്കുവാണ്. മറിഞ്ഞു എന്നിട്ട് താഴേക്ക് നോക്കി കഴിയുമ്പോഴത്തേനും അതിലൂടെ രേഖയും പ്രിയം കൂടെ കയറി വരുന്നത് കണ്ടു. തീമ ഇങ്ങോട്ടാണല്ലോ വരുന്നത്, ഇനിയിപ്പോൾ എങ്ങോട്ട് മാറിപ്പോവും, മുറിയാണ് ലോക്ക. ഗീതു പതുക്കെ അവർ കയറി വരുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ഒരു മുറിയിലേക്ക് പോയി തുറന്നു കഴിയുമ്പോഴത്തേന് അതിൻ്റെ ഡോർ ഇച്ചിരി തുറന്ന് കിടക്കുമായിരുന്നു. കാരണം അത് ആ മുറി ക്ലീൻ ആക്കാനായിട്ട് അതിൻ്റെ താള് കയറിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് അത് പൂട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഗീതു അതിനകത്തേക്ക് മറിഞ്ഞ കഥയിനെ മറിഞ്ഞു പോയി നിൽക്കുവാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പുറത്തുനിന്ന് എന്ത് ചെയ്യുവാണ്, ആ സ്റ്റാഫ് ഒന്ന് മുറി അങ്ങോട്ട് പൂട്ടിയിട്ട് പോവാ. അയാൾ കണ്ടില്ല ഗീതു അതിനകത്ത് കയറിയ കാര്യമൊന്നും. മുറിയെല്ലാം വാഷ് ചെയ്തിട്ട് ലോക്ക് ചെയ്യണമല്ലോ, അങ്ങനെ ലോക്ക് ചെയ്തിട്ട് കീയുമായിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഗീതു ഓർത്ത് പെട്ടല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ദൈവമേ ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, ആരാണ് ഇങ്ങോട്ട് വരുന്നതെന്നും അറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗീതു നോക്കുമ്പോഴത്തേനും രേഖയും പ്രിയയും കൂടെ അങ്ങോട്ട് വരുവാണ്. മുറി ലക്ഷ്യമാക്കിയാ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് രേഖയോട് പ്രിയ പറഞ്ഞു, അതെ ഇനി രേഖയിച്ച് പൊക്കോളാൻ പറഞ്ഞു, ഞാൻ എൻ്റെ മുറിയിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് പ്രിയ അങ്ങോട്ട് പോവാണ്. അപ്പോൾ വരുൺ അങ്ങോട്ട് വന്നു. രേഖയുടെ കൈ പിടിച്ചിട്ട് വാന്നും പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വരുവാണ്. നേരെ ഗീതു നിൽക്കുന്ന മുറിയിലേക്കാണ് കൊണ്ടുവരുന്നത്. ഗീതുവിനെ എങ്ങോട്ട് ഓടണം നടത്തില്ല. ഗീതു അവിടെ എല്ലാം നോക്കി, ഒരു രക്ഷയില്ല. പെട്ടെന്ന് അവിടെ ഒരു അലമാരി ഉണ്ടു, ഇതിനകത്തായാലും കയറിയാലോ. അങ്ങനെ ഗീതു പെട്ടെന്ന് അതിനകത്തേക്ക് കയറുക. കയറി കഴിഞ്ഞപ്പം അവരുണ്ടെങ്കിലും കൂടെ മുറിയിലേക്ക് അങ്ങോട്ട് വന്നു. രേഖയും വരണും കൂടെ. രേഖയോട് പറഞ്ഞു, കൊള്ളാല്ലേ മുറിയൊക്കെ സൂപ്പറല്ലേ എന്ന് ചോദിക്കണം. നമ്മുടെ ഈ മുറിയും നല്ല ഹണിമൂൺ പോലെ നമുക്ക് ഇവിടെ അലങ്കരിച്ചാലും ചോദിക്കാം. രേഖ പറഞ്ഞേ അതിന്റെ കാര്യമൊന്നുമില്ല എന്ന് പറയാം. അതെ നമുക്കിന്ന് അടിച്ചു പൊളിക്കണം, നമ്മുടെ ആദ്യരാത്രി ആഘോഷിക്കണ്ടെന്ന് ചോദിക്കും. രേഖ പറഞ്ഞു, പിന്നെ ആദ്യരാത്രി ആഘോഷിക്കണ്ടേ. ഈ സമയത്ത് ഗീതു അതിനകത്ത് പെട്ടിരിക്കുകയാണ്, എങ്ങനെ പുറത്ത് കിടക്കണം എന്നറിയില്ല. പെട്ടെന്ന് രേഖ മനസ്സിലിച്ചു, എന്തേലും ചെയ്തേ പറ്റുള്ളൂ. അതിന് ഏറ്റവും ബെറ്റർ തന്റെ മയക്കുപൊടി തന്നെയാണ്. ആ മയക്കുപൊടി പാലിനകത്ത് കലക്കി കൊടുക്കണം. രേഖ പറഞ്ഞു, ഞാനേ ഇച്ചിരി പാലെടുക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. ഇവളെന്താ എന്നും എനിക്ക് പാല് കലക്കി തരുന്നേ, പാല് കുളിക്കാൻ തുടങ്ങിയപ്പിന്നെയാണല്ലോ തനിക്ക് എന്നും ഈ ഉറക്കക്ഷീണം ഉണ്ടാകുന്നേ, എന്നും താൻ കിടന്നുറങ്ങണേ.
അപ്പൊ ഇന്ന് പാല് കുടിക്കണ്ടെന്ന് തന്നെ വരുൺ തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ട ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.